പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കക്കുരു ഷേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഇത് ഞാനിവിടെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് നീളത്തിൽ 3ഓ 4ഓ ആയിട്ട് കട്ട് ചെയ്തിടാം. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നികക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 4 വിസിൽ കേൾപ്പിച്ചെടുക്കാം. നല്ല മയത്തിൽ വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 4 വിസിൽ കേൾപ്പിക്കുന്നത്. ഓരോരുത്തരുടെയും ഗ്യാസിൻ്റെയും കുക്കറിൻ്റെയൊക്കെ ഫ്ലെയിമും ആ ഒരു വേകുന്ന സമയമൊക്കെ വ്യത്യാസം കാണും. അതനുസരിച്ച് നോക്കിയെടുത്താൽ മതിയേ. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ക്യാരറ്റൊക്കെ നല്ല വെണ്ണ പോലെ ആയിട്ടുണ്ട്. അതുപോലെ ചക്കക്കുരു നമ്മൾ മുറിച്ചിട്ടുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ വലിയ ജാറുണ്ടല്ലോ, നമ്മൾ അരിയൊക്കെ ആട്ടുന്ന വലിയ ജാർ എടുത്തിട്ട് ഈ വെള്ളത്തോടു കൂടി തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാമേ. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഞാൻ വെറുതെ പറയുമല്ല. പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം മധുരം ചിലർക്കൊക്കെ കുറച്ച് മതി, പക്ഷേ നമ്മൾ ഇതേപോലത്തെ ഷേക്കും ജ്യൂസും ഒക്കെ ഉണ്ടാക്കുമ്പം കുറച്ച് കൂടുതൽ മധുരം ചേർക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് പഴുത്ത ചെറുപഴം ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുപഴത്തിന് പകരം റോബസ്റ്റ ഉണ്ടാക്കി അതെടുക്കാം, ഏത്തപ്പഴം ഒന്നും എടുക്കരുതേ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഹോർലിക്സിൻ്റെ പൊടിയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാൽ നന്നായിട്ട് തണുപ്പിച്ചതാണ്, ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. കുറച്ചായിട്ട് പാലൊഴിച്ച് ആവശ്യത്തിനുള്ള തിക്നെസ് ആക്കി എടുക്കണം. ഇത് കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണേ നല്ലത്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബദാം ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാമേ. അത് ഓപ്ഷണലാണ്. അതിന് പകരം കപ്പലണ്ടി ഇട്ടാലും മതി, ചെറുപഴവും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ അതും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത്. മേളിൽ കുറച്ച് ഹോർലിക്സിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.